ജെസ്റ്റൽ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കാലടി പുതിയക്കരയിലെ വാട്ടർ അതോറിറ്റിയുടെ ടാങ്കിനകത്തുപ്പെട്ടവരെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി. കാലടി പഞ്ചായത്തിലെ പുതിയക്കരയിലുള്ള കേരള സർക്കാർ വാട്ടർ അതോറിറ്റിയുടെ 60 അടിയോളം ഉയരമുള്ള വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാനിറങ്ങിയ 4 പേരിൽ 2 പേർ കയറാൻ പറ്റാതെ അവശതയിലായി. തുടർന്ന് അഗ്നിശമന സേനാംഗങ്ങൾ രക്ഷപ്പെടുത്തുന്നതിനായി വാട്ടർ ടാങ്കിന്റെ മുകളിലെത്തിയപ്പോൾ കടന്നൽ കൂട് ഇളകി കൂട്ടമായി വന്ന് സേനാംഗങ്ങളെ ആക്രമിച്ചപ്പോഴാണ് മനസ്സിലായത് കടന്നൽ കുത്തേറ്റാണ് തൊഴിലാളികൾ വാട്ടർ ടാങ്കിൽ പെട്ടുപോയതെന്ന്. സേനയിലെ 4 പേർ ടാങ്കിലെ ഹോളിൽ കൂടി ചാടിയിറങ്ങുകയും മറ്റുള്ളവർ കടന്നലിൽ നിന്ന് രക്ഷ തേടി താഴെ കൂടി ആംബുലൻസിൽ കയറിയതിനാൽ രക്ഷപ്പെട്ടു. പിന്നീട് അങ്കമാലി സ്റ്റേഷനിൽ നിന്ന് ഫയർ സൂട്ടുകളും ഹെൽമറ്റുകളും കൊണ്ടുവന്ന് സേനാംഗങ്ങൾ സൂട്ട് ധരിച്ച് മുകളിൽപ്പെട്ട 3 തൊഴിലാളികളും 4 സേനാംഗങ്ങളെയും സൂട്ട് ധരിപ്പിച്ച് സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. സേന എത്തുന്നതിന് മുമ്പ് 2 തൊഴിലാളികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. അതിൽ ഷെൽവൻ എന്നയാൾക്ക് ഗുരുതരമായി കടന്നൽ കുത്തേറ്റിരുന്നു. ടാങ്കിൽ കുടുങ്ങിയ തൊഴിലാളികൾ റോമിയോ, പാനി, റെമിത് എന്ന ബംഗാളികളും ഇവരെ രക്ഷപ്പെടുത്താൻ വന്ന സേനാംഗങ്ങളായ ഷിജോർ, അബീഷ് ഗോപി, നൌഫൽ, അബിറാം, ജിതിൻ ബാബു എന്നിവരും ടാങ്കിനകത്ത് പെട്ടുപോയി. സ്റ്റേഷൻ ഓഫീസർ വിശ്വാസ്, ഗ്രേഡ് അസിസ്റ്റന്റ് സുനി, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഷിജോർ, ഹരി, അബീഷ് ഗോപി, ജിതിൻ ബാബു, അബിറാം, സുജിത്, സമീഷ്, ഹോംഗാർഡ് ജഗജീവൻ, ഷെയ്ജ, സ്റ്റേഷൻ ട്രെയിനീസ് നൌഫൽ, എവിൻ, സലിത്ത്, ഷാനവാസ് എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, കാലടി.